സുപ്രീം കോടതി വിധി തിരിച്ചടിച്ചതോടെ ഗ്രീഷ്മയ്ക്ക് ഇനി കേരളത്തിൽ തന്നെ വിചാരണ നേരിടേണ്ടി വരും. ഒക്ടോബർ മുതൽ നെയ്യാറ്റിൻകര അഡീഷണൽ സെഷൻസ് കോടതിയിലാണ് ഷാരോൺ വധക്കേസ് സാക്ഷി വിസ്താരം തുടങ്ങുക. കുറ്റപത്രം സമർപ്പിച്ച് 1 വർഷം കഴിഞ്ഞ ഷാരോൺ വധക്കേസിൽ വിചാരണ നടപടികൾ ഇത്രയും വൈകാൻ കാരണം തന്നെ ഗ്രീഷ്മ നൽകിയ തടസ്സ ഹർജികളായിരുന്നു. ഉന്നയിച്ച സാങ്കേതിക കാരണങ്ങളെല്ലാം ഹൈക്കോടതിയും ഒടുവിൽ പരമോന്നത കോടതിയും തള്ളിയതോടെ കേരളത്തിലെ കോടതിക്കൂട്ടിൽ തന്നെ ഗ്രീഷ്മയ്ക്കും കൂട്ടുപ്രതികൾക്കും നിൽക്കേണ്ടി വരും. കഴിഞ്ഞ മാസം നെയ്യാറ്റിൻകര കോടതിയിൽ കുറ്റപത്രം വായിച്ച് കേൾപ്പിച്ചിരുന്നു. ഗ്രീഷ്മ, മാതാവ് സിന്ധു, മാതൃ സഹോദരൻ നിർമ്മലൻ എന്നിവർ നേരിട്ട് കോടതിയിൽ ഹാജരായെങ്കിലും കുറ്റം നിഷേധിച്ചു. കൊലപാതകം, തട്ടിക്കൊണ്ടുപോകൽ, തെളിവ് നശിപ്പിക്കൽ എന്നീ കുറ്റങ്ങളാണ് പ്രോസിക്യൂഷൻ പ്രധാനമായും ഉയർത്തിയത്. നെയ്യാറ്റിൻകര അഡീഷണൽ സെഷൻസ് കോടതിയിലാണ് കുറ്റപത്രം വായിച്ചു കേൾപ്പിച്ചത്. മറ്റൊരാളുമായി വിവാഹം നിശ്ചയിച്ചതിനെ തുടർന്ന് ബന്ധത്തിൽ നിന്ന് പിന്മാറണമെന്നാവശ്യപ്പെട്ടിട്ടും സമ്മതിക്കാതിരുന്നതിനെ തുടർന്ന് ഗ്രീഷ്മ ഷാരോണിനെ വീട്ടിൽ വിളിച്ചു വരുത്തി വിഷം കലർന്ന കഷായം നൽകിയെന്നും തുടർന്ന് ആശുപത്രിയിൽ മരിച്ചുവെന്നുമാണ് കേസ്. 2022 ഒക്ടോബർ 17 കഷായം കുടിച്ച് ഗുരുതരാവസ്ഥയിലായ ഷാരോൺ 25 തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് മരിച്ചത്. വിചാരണ നടക്കാനിരിക്കുന്ന കേസിൽ ജാമ്യം തടഞ്ഞ് പ്രതിയെ ശിക്ഷിക്കാനാവില്ലെന്ന് നിരീക്ഷിച്ച് കഴിഞ്ഞ വർഷം ഹൈക്കോടതി ഗ്രീഷ്മയ്ക്ക് ജാമ്യം അനുവദിച്ചിരുന്നു. 24 തിരുവനന്തപുരം.